എല്ലാവർക്കും നമസ്കാരം. ഉത്തര നക്ഷത്രക്കാരുടെ ഓരോ പ്രായത്തിലുമുള്ള നിങ്ങളുടെ ആ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 12ാമത്തെ നക്ഷത്രമാണ് നിങ്ങളുടെ ഈ ഉത്തര നക്ഷത്രം. ഏതായാലും നമുക്ക് ആദ്യം ഉത്തര നക്ഷത്രക്കാരുടെ ആ പ്രത്യേകത ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കാതെ ഫലത്തിലേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ഉത്തര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ എല്ലാവരും വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അത് ഒരു സ്റ്റെപ്പ് കൂടി മുൻപിലാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും എന്ന് തറപ്പിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനൊരു ദൃഢനിശ്ചയം നിങ്ങൾ ഉള്ളിലെടുത്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തിരിക്കും. കാരണം അത്രയധികം പ്രതികാരദാഹമുള്ളവരാണ് ഈ ഉത്തര നക്ഷത്രക്കാർ. മാത്രവുമല്ല, വിശ്വാസപ്രകാരം അയ്യപ്പസ്വാമിയുടെ ജന്മനക്ഷത്രമാണ് ഈ ഉത്തര നക്ഷത്രം. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാലും ഇത് കേൾക്കുന്ന നിങ്ങൾ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, ഇനിയിപ്പോൾ അതല്ല ഒരു കുട്ടിയുമായിക്കോട്ടെ, നിങ്ങൾ ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല. ഇത് വിശ്വാസപ്രകാരം അയ്യപ്പസ്വാമിയുടെ നക്ഷത്രമായതുകൊണ്ട് മാത്രമല്ല, ഉത്തര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണിത്. ഒരു പക്ഷേ ആദ്യമേ നിങ്ങളൊന്ന് പതറിപ്പോയാലും അടുത്ത റൗണ്ട് നിങ്ങൾ അത് പരിഹരിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ആ ഒരു പ്രത്യേകത, ഇവർ വൃത്തിയുടെ കാര്യത്തിൽ എപ്പോഴും വളരെ കണിശത പുലർത്തുന്നവരാണ്. ഇതിലൊക്കെ എല്ലാം നമുക്ക് വിശദമായിട്ട് വരാം. അതിനു മുൻപ് നിങ്ങൾ ഉത്തര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഞാൻ ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രായമനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ സമയത്തെ, അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ, അതായത് ആ ഒരു അവസരത്തിൽ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം, ഇവിടെ ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. മാത്രവുമല്ല, അപ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാനിവിടെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതിനോടൊപ്പം വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളിനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാൻ ഇനി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്ന് ചിന്തിച്ച് ചിന്താക്കുഴപ്പത്തിലാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഒരു ചൂണ്ടുപലക പോലെ, അല്ലെങ്കിൽ ഒരു അത്താണി എന്ന പോലെ പ്രവർത്തിക്കുന്നതുമായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് കൃത്യമായി ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു വയസ്സ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ മൊത്തമായി തന്നെ പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ പറയുന്നത് അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ഫലങ്ങളും കൃത്യമായിരിക്കും. ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിൽ അവരുടെ ആ കഴിഞ്ഞു പോയ പാസ്റ്റും ഇനി അവർക്ക് വരാനിരിക്കുന്ന ആ ഒരു ഫ്യൂച്ചറും ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ഫലങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 12ാമത്തെ നക്ഷത്രമായ തേജസ്സിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായ
സൂര്യഭഗവാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ നക്ഷത്രനാഥനായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം. അതാണ് ഈ അയ്യപ്പസ്വാമിയുടെ ആ ഭക്തിഗാനത്തിൽ ഉദിച്ചുയർന്നു മാമല മേലെ ഉത്തരം നക്ഷത്രം എന്ന് പറയാൻ കാരണം, പാടാൻ കാരണം. മാത്രമല്ല അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ, അതായത് അതീവ ദൃഢനിശ്ചയവും നേതൃത്വ ഗുണവുമുള്ളൊരു നക്ഷത്രവും കൂടിയാണ് ഈ പറഞ്ഞ ഉത്തരം നക്ഷത്രം. എന്നാൽ വിശ്വാസപ്രകാരം സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദേവനായ കാര്യമാവാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. ജ്യോതിഷത്തിൽ ഊഞ്ഞാലാണ് ഇതിൻ്റെ ആ ഒരു അടയാളമായിട്ട് പറയുന്നതും. അതായത് ജീവിതത്തിൽ എപ്പോഴും ഒരു പങ്കാളിത്തം ആഗ്രഹിക്കുന്നവരും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ചേർത്ത് പിടിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ് നിങ്ങൾ ഈ ഉത്തര നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം അന്തസ്സും അഭിമാനവും പണയം വയ്ക്കാതെ കഠിന ശ്രമത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങക്കൂറിലും ബാക്കി 3 പാദങ്ങൾ ബുധൻ്റെ രാശിയായ കന്നിക്കൂറിലുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രതാപവും തൻ്റെ ഇടവും ബുധൻ്റെ ബുദ്ധിശക്തിയും വിവേകവും ഒരുപോലെ സമ്മേളിച്ച ഒരു അസാധാരണ നക്ഷത്രമാണ് ഈ ഉത്തര നക്ഷത്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും വാക്കിന് വലിയ വില കൽപ്പിക്കുന്നവർ, മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്നവർ, എന്നാൽ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും വിട്ടുവീഴ്ചയില്ലാത്ത കടും പിടുത്തക്കാരുമായിട്ടുള്ള സ്വഭാവമുള്ളവരും, ഇങ്ങനെയൊക്കെ ഈ ഉത്തര നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാം. ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ വരുമ്പോൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ആസൂത്രണ മികവ് കൊണ്ടും വെറും വട്ടപൂജ്യത്തിൽ നിന്ന് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങൾ ഈ ഉത്തര നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ്. എന്നാൽ ഇത് എല്ലാവരിലും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും വന്നു ചേരണമെന്നില്ല. നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും ക്യാരക്ടറും ഒക്കെ അനുസരിച്ച് അല്പസ്വല്പമൊക്കെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വരും. കാരണം നിങ്ങൾ ഇടപെടുന്ന മേഖലകൾ പലതാണ്, നിങ്ങളുടെ അച്ഛനമ്മമാർ പലതാണ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പലതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എങ്കിലും ഏറിയ കൂറും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. സൂര്യഭഗവാന്റെ മഹാദശയിലാണ് ഉത്തര നക്ഷത്രക്കാരുടെ ജനനം. ഇതുതന്നെയാണ് ഇവരുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അല്പം അച്ചടക്കത്തോടെയോ അല്ലെങ്കിൽ കർശനമായ നിയന്ത്രണങ്ങളോടെയൊക്കെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തുടക്കത്തിൽ, അതായത് പ്രത്യേകിച്ച് ഈ ബാല്യകാലത്തിൽ ഉഷ്ണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ തൊലിപ്പുറത്ത് കരപ്പൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ, രോഗ അവസ്ഥകൾ ഉണ്ടാവുക, കണ്ണിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി എന്ന് പറയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പനി, ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉണ്ടായേക്കും. ജാതകത്തിൽ സൂര്യൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ തൻ്റെ ഇടവും നേതൃത്വ ഗുണവും ഉറപ്പായിട്ടും പ്രകടിപ്പിക്കുന്നവരായിരിക്കും നിങ്ങൾ ഈ ഉത്തര നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ വളരെ പക്വത കാണിക്കുന്നവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരുമായിരിക്കും ഈ ഉത്തര നക്ഷത്രക്കാർ. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തും. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് തീർച്ചയായിട്ടുമുണ്ട്. മുതിർന്നവരുടെ സ്നേഹവും ഒരു പ്രത്യേക ബഹുമാനവും അത് ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവർ ഈ 15 വയസ്സ് വരെയുള്ളവരുടെ ആ ഒരു ബാല്യകാലത്തിൻ്റെ അവസാനം, അതായത് കൗമാരക്കാലത്തിൻ്റെ തുടക്കം പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്നൊന്ന് ശരിക്കും നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ചന്ദ്രദശയും അതിനെ തുടർന്ന് വരുന്ന ചൊവ്വാദശയും നിങ്ങൾ ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യബോധവും കരിയറിലെ നിർണായക വഴിത്തിരിവുകളും ഉറപ്പായിട്ടും കൊണ്ടുവരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും
18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇതിലെ വിദ്യാർത്ഥികൾക്ക് സൂര്യൻ്റെ തേജസ്സും ബുധൻ്റെ ബുദ്ധിശക്തിയും ലഭിക്കുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലും മത്സര പരീക്ഷകളിലും ഉറപ്പായിട്ടും വലിയ ഉന്നതി വന്നു ചേരുന്നതായിരിക്കും. ഗവൺമെൻറ് ജോലികൾ, ബാങ്കിങ്, IT, മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മേഖലകളിലൊക്കെ ഇവർ ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ആ ജീവിതത്തിലെ കർമ്മ മേഖല ഏത് എന്ന് ഇവർ വ്യക്തമായി ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ പറഞ്ഞ പ്രായം. എന്നാൽ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായ വരുമാന മാർഗങ്ങൾ ഇവർ ഉറപ്പായിട്ടും കണ്ടെത്തും. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ സൗഹൃദങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ സമയത്ത് ഏറ്റവും കൂടുതലാണ്. എന്നാൽ നിങ്ങളുടെ പെട്ടെന്നുള്ള ദേഷ്യവും വിട്ടുവീഴ്ചയില്ലാത്ത കടുംപിടുത്തവും കാരണം ഈ പറഞ്ഞ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ പറഞ്ഞതുപോലെ അധികരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ തകർച്ചകളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്നാൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ആ ശരിയായ ഒരു ഭദ്രത കൈവരുന്നത്. 26 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. അതിനർത്ഥം 26 വയസ്സിൽ വിവാഹം നടക്കുമെന്നല്ല, പ്രായം തെളിയും എന്നാണ് ഈ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഒരുപക്ഷെ 32 വയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ 35 വയസ്സ് വരെ പോയി എന്നും ഇരിക്കാം. അതെല്ലാം നിങ്ങളുടെ സാഹചര്യം എങ്ങനെയോ അങ്ങനെ മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല ജീവിത പങ്കാളിയെ തന്നെയായിരിക്കും ഇവർക്ക് മിക്കവാറും ആളുകൾക്ക് ലഭിക്കാറുള്ളതും. അതിന് നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ ആ ഒരു 50 വയസ്സിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതം കൃത്യമായി തന്നെ നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് 30 വയസ്സുകളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും പുരോഗതിയും ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി പുതിയൊരു വാഹനമോ അല്ലെങ്കിൽ വീടോ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ വസ്തുവോ വാങ്ങാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി ഈ സമയത്ത് ഉറപ്പായിട്ടും വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില വലിയ ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒപ്പമുള്ളവരിൽ നിന്നുള്ള അതും ഈ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വഞ്ചനയോ ചതിയോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് പണത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെ നിങ്ങൾ അമിതമായി വിശ്വസിച്ച് വലിയ തുകകൾ അവർക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടിക്കൊക്കെ ആയിട്ടോ നിങ്ങൾ ജാമ്യം നിന്ന് കൊടുക്കുന്നതോ അത് ഉറപ്പായിട്ടും പാടുള്ളതല്ല. പറയാൻ കാരണം അങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നാൽ വലിയ സാമ്പത്തിക ബാധ്യത നിങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സമയം ഇത് കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വാക്ക് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അടിപിടി കച്ചറകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്നാൽ 45 വയസ്സിന് ശേഷം രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വലിയൊരു പ്രതാപവും സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. അതായത് അങ്ങനെ കെട്ടിപ്പടുക്കാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ മക്കളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൃശ്യമാകാൻ ഉതകുന്ന ഒരു സാഹചര്യവും ഇതിനോടൊപ്പം സംജാതമാകും. ഇതിനെ തുടർന്ന് ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ 50 വയസ്സ് പൂർത്തിയാക്കുന്നത്.
അതിന് അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെ നിങ്ങളുടെ ആ ഒരു ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 ഈ ഘട്ടങ്ങളിലൂടെ അങ്ങോട്ട് കടക്കുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ നക്ഷത്രങ്ങളിലും പറഞ്ഞ പോലെ കടക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു ലക്ഷ്മണ രേഖയാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി. കാരണം അങ്ങനെയാണ് ഈ ഏജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ നക്ഷത്രക്കാർക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ ഉത്തരം നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സോ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം നിങ്ങൾ ഈ ഫലപ്രവചനങ്ങളെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് ഉത്തരം നക്ഷത്രക്കാർക്കുള്ള വലിയൊരു ബഹുമാനത്തിൻ്റെ, സമൂഹത്തിൽ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം നേടിയെടുക്കുന്നതിൻ്റെയുമൊക്കെ ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയുടെയോ അല്ലെങ്കിൽ ശനിദശയുടെയോ ആ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഉറപ്പായിട്ട് യോഗം കൈവന്നിരിക്കും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും, അതിപ്പോൾ സമൂഹത്തിലായാലും ശരി കുടുംബത്തിലായാലും ശരി, വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഒട്ടുമിക്ക ഉത്തരം നക്ഷത്രക്കാരും ഈ സമയങ്ങളിൽ അവരുടെ മക്കൾ നല്ല ഉയർന്ന നിലയിൽ എത്തുന്നത് കാണാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമകളെല്ലാം നിങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു രാജകീയ സുഖജീവിതത്തിലായിരിക്കും ഒട്ടുമിക്ക എല്ലാ ഉത്തരം നക്ഷത്രക്കാരും. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇവരുടെ ജീവിതം പൊതുവെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങൾ ഈ സമയത്ത് സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ എത്തി നിൽക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ തന്നെയാണ്. പറയാൻ കാരണം 58 വയസ്സിന് ശേഷം രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള ചില വേദനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ട് തേയ്മാനം പോലുള്ള ചില അസ്വസ്ഥതകൾ, ഇതെല്ലാം ഈ സമയം നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കും. അതുകൊണ്ട് നിങ്ങൾ വേണ്ട സമയത്ത് വൈദ്യനിർദ്ദേശം സ്വീകരിച്ച് ആരോഗ്യം പരിരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികമൊന്നും കഷ്ടപ്പെടേണ്ട അവസ്ഥ സംജാതമാകില്ല. അതിന് അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സ് വരെ അല്ലെങ്കിൽ അതിന് മുകളിലേക്കും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ചുവടുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഈശ്വരചിന്തയിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കും തിരിയുന്ന ആ ഒരു ആത്മീയ കാലഘട്ടമാണ്. അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ നക്ഷത്രക്കാരും ഈ സമയത്ത് ആത്മീയ ചിന്തയിലേക്ക് വരുന്നതായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാർ ഉറപ്പായിട്ടും ഈ സമയത്ത് വളരെയധികം ഡീപ്പായിട്ടുള്ള ആത്മീയ ചിന്തയിലേക്ക് വന്നിരിക്കും. അതിനെ തുടർന്ന് ഈ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ക്ഷേത്രകാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അഡ്മിനിസ്ട്രേഷൻ വർക്കുകളിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ട് ചുമതല വഹിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും ചെയ്യുക. മാത്രവുമല്ല നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രൗഢിയുള്ള വഴികളെക്കുറിച്ചൊക്കെ ഈ സമയത്താണ് നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തുകയും അതായത് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അതിലെ ആ ഒരു നല്ല വശങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് അയവിറക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നത് ഈ സമയത്താണ്. മാത്രവുമല്ല നിങ്ങളുടെ വാർദ്ധക്യകാലം അവസാന കാലഘട്ടത്തിൽ വളരെയധികം പ്രൗഢിയും പ്രതാപവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. അതിന് നിങ്ങളുടെ ജന്മം മുതൽ ആയുസ്സിൻ്റെ നാശമായ ആയുർനാശം സംഭവിക്കുന്ന വരെയുള്ള ആ ഒരു ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഉത്തരം നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ മത്സരങ്ങളിലൂടെയും ഉത്തരവാദിത്തങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമെങ്കിലും മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും ഒക്കെയാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതായത് ആ ഒരു പ്രതാപവും അംഗീകാരവും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് തല ഉയർത്തി നല്ല രാജകീയമായ രീതിയിൽ നടക്കാനും ജീവിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് പ്രായവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ജ്യോതിഷ ഫലങ്ങൾ മിക്സ് ചെയ്ത് പറയാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ
ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉറപ്പായിട്ടും വന്നേക്കും. അങ്ങനെയാണെങ്കിൽ തന്നെയും പൊതുവായ ഫലം ഏറെക്കുറെ കൃത്യവുമായിരിക്കും. നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും സൂര്യദോഷങ്ങൾ അകന്ന് ഐശ്വര്യം വരാനും ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം നടത്തുന്നതും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ധാര വഴിപാട് കഴിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒത്തുനോക്കുമ്പോൾ അത് എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഈ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. പറയാൻ കാരണം അത് ഞാൻ കാണുകയും എനിക്ക് പൂജയിലേക്ക് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതെനിക്ക് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം ഫലപ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.